നമസ്കാരം. ഇന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയം, വീടുകളിൽ നടരാജൻ്റെ വിഗ്രഹം വെക്കാമോ, മഹാഭാരതം പുസ്തകം വെക്കാമോ, ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന കണ്ണനെ വെക്കാമോ, കൃഷ്ണൻ്റെ വിഗ്രഹം. ഈ ഭഗവത്ഗീതയുടെ ഒരു പോസ്റ്ററുണ്ട്, ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഒരു ചിത്രം, അത് വെക്കാമോ, പഞ്ചമുഖ ആഞ്ജനേയൻ വെക്കാമോ എന്നിങ്ങനെ പലതരം സംശയമാണ്. ഇതെന്തുകൊണ്ട് എവിടെ തുടങ്ങി എന്നുള്ളതാണ്. കാരണം ഒരു വിഷയം തുടങ്ങണമെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഒരു തുടക്കക്കാരൻ ഉണ്ടാവണം. അവിടെ ആരെങ്കിലും പോകുന്നു, ഈ വിഗ്രഹം ശരിയല്ല, ഈ നടരാജൻ്റെ വിഗ്രഹം വെച്ചത് കൊണ്ടാണോ അന്ന് തൊട്ടാണോ വീട്ടിൽ വഴക്ക് തുടങ്ങിയത് എന്ന് ചോദിക്കുന്ന നിമിഷം നമ്മുടെയൊക്കെ മനസ്സ് അവിടെ ചലിക്കുകയാണ്. ഇനിയിപ്പം നടരാജൻ്റെ വിഗ്രഹം എടുത്ത് മാറ്റുന്നു, മഹാഭാരതം എടുത്തു മാറ്റുന്നു എന്നിങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങുകയാണ്. എതെടുത്താലും ദോഷമാണ്, എവിടെ പോയാലും ദോഷം. ഈ ദോഷമെന്നുള്ള വാക്ക് മലയാളിയുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കുക. ആരാണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ നടരാജ വിഗ്രഹം വെക്കാൻ പാടില്ല എന്നുള്ളത്, മഹാഭാരത പുസ്തകം വെക്കാൻ പാടില്ല എന്നുള്ളത്, ഇല്ലെങ്കിൽ ഭഗവത്ഗീത സന്ദേശം വിളിച്ചോതുന്ന ഒരു പോസ്റ്റർ ഇല്ലെങ്കിൽ ഒരു ചിത്രം വെക്കാൻ പാടില്ല എന്നുള്ളത്, ഓടക്കുഴൽ പിടിച്ച കൃഷ്ണൻ വെക്കരുത് എന്നുള്ളത്, ആരാണോ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിനീതമായ ഒരു ചോദ്യം, എവിടെയാണിത് പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നാം ദോഷം എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും വീട്ടിൻ്റെ പുറത്താക്കും, അച്ഛനെയും അമ്മയെയും വരെ പുറത്താക്കും. കാരണം ഇന്ന് ചോദ്യം ഇറങ്ങിയിട്ടുണ്ട്, മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ ചോദ്യം മാർക്കറ്റിൽ ലഭ്യമാണ്. എന്താണ്, അച്ഛൻ്റെ കൂടെ താമസിക്കണോ അമ്മയുടെ കൂടെ താമസിക്കണോ? അതിനൊരു ജ്യോതിഷി ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. ആ ലെവലിലേക്ക് എത്തി കാര്യങ്ങൾ. കാരണം അച്ഛൻ ഒരു സ്ഥലത്ത്, അമ്മ ഒരു സ്ഥലത്ത്, മക്കൾ എവിടെ പോവും? അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ ആളില്ല. അമ്മയുടെ ഈഗോ, അച്ഛൻ്റെ ഈഗോ, നാളെ ഗതിയൊന്നും ആർക്കും അറിയില്ല. ഇതെല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ്, പക്ഷേ സത്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നില്ല, അങ്ങോട്ട് ചോദിക്കുന്നില്ല, ആര് എവിടെ എപ്പോൾ എങ്ങനെ പറഞ്ഞു, മഹാഭാരതം വീട്ടിൽ വെച്ചാൽ വഴക്കുണ്ടാകും എന്ന് ആര് എവിടെ എപ്പോൾ പറഞ്ഞു. ഒറ്റ ചോദ്യം. നടരാജൻ്റെ വിഗ്രഹം ഒന്ന് ചിന്തിച്ചേ. ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരം, സകല വിദ്യകളുടെയും അധിപതി ആ നടരാജമൂർത്തി കണ്ടാൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കണ്ണിന് എന്തൊരു ആനന്ദമാണ്. കണ്ണിന് ആനന്ദമുള്ളതെല്ലാം വെക്കാമല്ലോ. ദയവ് ചെയ്ത് ഈ വക ചിന്തകളെ മാറ്റിവെച്ച് ഏവരും മഹാഭാരതം വാങ്ങിച്ച് വീട്ടിൽ വെക്കുക. മഹാഭാരതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പനി വരുന്നതായിരിക്കും, ഇപ്പോഴേ പറയുകയാണ്. വീട്ടിൽ വഴക്ക് വരുന്നതായിരിക്കും. അത് നമ്മുടെ ചിന്തകളാണ്. അല്ലാതെ മഹാഭാരതം വെച്ചതുകൊണ്ട് വീട്ടിൽ വഴക്ക് വന്നു എന്ന് പറയരുത്. ഒരു വളരെ ചെറിയ ഉദാഹരണം. ഒരാൾ കാണാൻ വന്നിരുന്നു. അത്രയും കാലം അദ്ദേഹം നാമജപമൊന്നും ജപിച്ചില്ല. വിഷ്ണു സഹസ്രനാമം പഠിക്കുവാൻ തുടങ്ങിയ 2 ദിവസം കഴിഞ്ഞ ഉടനെ പനിയും ജലദോഷവും വന്ന് ഒരാഴ്ച കിടന്നു എന്നുള്ള ഒരു കാര്യം വീട്ടിലേക്ക് വന്ന് പറഞ്ഞതാണ് അദ്ദേഹം. എന്തോന്ന് പറയാനാണ് എന്ന് അറിയില്ല. വിഷ്ണു സഹസ്രനാമം ജപം തുടങ്ങിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് പനി വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഈ വക അബദ്ധ ജടിലങ്ങളായ ചിന്തകൾ ഏവരും മാറ്റണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുക. ആരാണോ ഈ വക കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വിനീതമായി എവിടെ, ആര്, എപ്പോൾ, എങ്ങനെ, ഏത് പ്രമാണമാണ്, ഇതിലൂടെ പറഞ്ഞു, ഇതിൻ്റെ ആധാരം എന്ത് എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രവർത്തിക്കുക. നമസ്കാരം.